ഹലോ എവരിബഡി, എല്ലാവർക്കും വീണ്ടും സ്വാഗതം. നമ്മുടെ പുതിയൊരു വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഞങ്ങൾ ഇന്ന് ഞാനും അളിയനും കൂടെ ഒരു നൈറ്റ് വാക്കിന് ഇറങ്ങിയതാണ്. അതിൻ്റെ മെയിൻ ഉദ്ദേശമുണ്ട്, ഇവിടെ അടുത്തൊരു ഷവർമയുടെ കടയുണ്ട്. അപ്പോൾ അവിടെ നിന്ന് ഷവർമ കഴിക്കണം. ഇവിടെ നിന്ന് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ഞങ്ങൾ ഷവർമ കഴിച്ചു. അപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടായിരുന്നു. അപ്പോൾ ആ ഷവർമ തന്നെ ഞങ്ങൾ ഒന്നുകൂടെ ഒന്ന് ട്രൈ ചെയ്യാൻ വേണ്ടി പോവാണ്. ഞങ്ങൾ അങ്ങോട്ടേക്കുള്ള നടപ്പിലാണ്. വീട്ടിൽ നിന്ന് അധികം ദൂരമില്ല, നടക്കാൻ കുറച്ചേ ഉള്ളൂ. അതുകൊണ്ട് ഞങ്ങൾ നടന്നു പോകാമെന്ന് വിചാരിച്ചു. ഓക്കെ, ഇവിടുത്തെ ഒരു ജിമ്മ് കണ്ടോ? ഇതിൻ്റെ മേളിലൊരു പാർക്ക് പോലെ എന്തോ സെറ്റപ്പ് ഉണ്ടോ, പക്ഷെ അടച്ചിട്ടേക്കുക. അത് അമ്പലത്തിലേക്കുള്ള വഴിയാട്ടോ ഞാൻ കാണിച്ചത്. പാർക്ക് അതല്ല, അയ്യപ്പൻ്റെ അമ്പലം. ശബരിമലയിലെ അയ്യപ്പൻ്റെ അമ്പലമാണ് ഇവിടെ ഉള്ളത്. തിരക്ക് കണ്ടോ? നല്ല തിരക്കുണ്ട് അങ്ങ് അകലെ. ഇവിടെ ഇല്ലെങ്കിൽ അങ്ങ് അകലെ നല്ല തിരക്ക്. ഈ പുള്ളിയുടെ വണ്ടിക്ക് എന്തോ പറ്റി കേട്ടോ. കണ്ടോ, ഒച്ചപ്പാടും വേളം എടുക്കും വണ്ടി. ഇവിടെ എപ്പോഴും ഇത്രയും തിരക്കുണ്ടോടാ? അത് അല്ല, ഇതിലും കൂടുതൽ തിരക്കാന്ന് തോന്നുന്നു അല്ലേ? ആ ഓട്ടോ പോയത് എന്നെ മുട്ടിയില്ലാന്ന് പറഞ്ഞ കേട്ടോ പോയെ. എൻ്റെ ഈ സൈഡിൽ കൂടെ പോകണം. എൻ്റെ ഇതിലെങ്ങാണ്ടും കൊണ്ടെന്ന് തോന്നുന്നു. ഈ സ്ഥലം നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ നോക്കി? നമ്മൾ കഴിഞ്ഞ വ്ളോഗിൽ ഈ മോമോസ് ഹൗസ് എന്നൊക്കെ പറഞ്ഞിട്ട് താണ്ടെ ഈ കടയിൽ നിന്ന് കഴിച്ചിട്ട് അവിടെ നിന്ന് കഴിച്ചിട്ട് നമുക്ക് ഇഷ്ടപ്പെടാതെ വന്നായിരുന്നു. സുഖമില്ലാത്തൊരു മോമോസ് കഴിച്ചായിരുന്നു. നമ്മുടെ ഷവർമയുടെ കട ഏകദേശം അടുത്തെത്താറായി. അതല്ലേ ഈ മിനിസ്റ്റർ ഷവർമയല്ലേ? ഇവിടെ ഇരിക്കാൻ സ്ഥലമില്ലല്ലേ? ഇരിക്കാൻ സ്ഥലമില്ല. നമ്മളെന്ത് ചെയ്യും? ഒരു സീറ്റുണ്ട് കേട്ടോ, ഒരു സീറ്റുണ്ട്. നോക്കട്ടെ. അപ്പോൾ ഞങ്ങൾ വിചാരിക്കുകയാണ് പാഴ്സൽ മേടിക്കാമെന്ന് വിചാരിക്കും. കാരണം ഇവിടെ ഇരിക്കാനായിട്ട് സ്ഥലമില്ല. അപ്പോൾ പാഴ്സൽ മേടിച്ചിട്ട് നമുക്ക് വീട്ടിൽ പോയിരുന്ന് കഴിക്കാം. ഇവിടുത്തെ വൈബ് ആസ്വദിച്ച് കഴിക്കാൻ വേണ്ടി വന്നതാണ്. പക്ഷേ സ്ഥലം വന്നു ഇവർ പോവാ. ഇവിടെ ഇരുന്നാലോ? ഞങ്ങൾ ഇവിടെ ഇരിക്കുക. അതിനൊന്നും മാറുന്നില്ലല്ലോ. പുള്ളി വേറെ എന്താണ് മേടിക്കാൻ പോയതാണോ? അതെ, അവർ നമ്മളെ പറ്റിച്ച് അവർ വേറെ ഓർഡർ ചെയ്യാൻ വേണ്ടി പോയി. ഒരെണ്ണം കഴിച്ചിട്ട് കഷ്ടമുണ്ട്. നമ്മൾ എൻ്റെ വീട്ടിൽ നിന്ന് തന്നെ നമുക്ക് കഴിക്കേണ്ട സിറ്റുവേഷനിലേക്ക് എത്തിയിരിക്കുന്നു. അപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് പാഴ്സൽ മേടിച്ചിട്ട് വീട്ടിൽ പോകാൻ തന്നെ നിവൃത്തിയുള്ളൂ. വേറെ വഴിയില്ല. ഇവന്മാരൊക്കെ എല്ലാവരും തുടങ്ങിയുള്ളൂ അല്ലേടാ? വീട്ടിൽ പോകല്ലേ? സുഖമായിട്ട് TV ഒക്കെ കണ്ട് സുഖമായിട്ട് കഴിക്കാം. ബെഡ് അവിടെ കിടന്ന് ഉറങ്ങും കേട്ടോ. വേണമെങ്കിൽ നമ്മൾ എടുത്തില്ല. നമുക്കിവിടെ നിന്ന് മേടിക്കാവേ. ഇവിടെ ഇട്ടിരുന്നൊരു സാധനം പുള്ളി അയച്ചുകൊണ്ട് പോയി കേട്ടോ. എനിക്ക് തോന്നുന്നത് അവിടെ നിന്ന് വേറെ കൊണ്ടുവരുമെന്ന് തോന്നുന്നു. ഇവിടെ അവരിപ്പോൾ എടുത്തുകൊണ്ട് പോയതിൻ്റെ കാരണം ഇവിടെ പറഞ്ഞത്, അത് പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ കസ്റ്റമർ വരുന്നതനുസരിച്ചാണ് സാധനം ഇവിടെ ഫില്ല് ചെയ്യുന്നത്. അതാണ് സംഭവം. അതായത് അല്ലെങ്കിൽ പിന്നെ ഡസ്റ്റ് അടിക്കുമല്ലോ. അവർ ഭയങ്കര ഹെൽത്ത് കോൺഷ്യസാണ്. വൃത്തിയുള്ളവരാട്ടോ ഇവർക്ക് ഓൾമോസ്റ്റ് നിങ്ങൾക്ക് എത്ര ഔട്ട്ലെറ്റ് ഉണ്ട്? 12? ഇവർക്ക് 8 ഔട്ട്ലെറ്റ് ഉണ്ട് കേട്ടോ ഇവിടെ, പല പല സ്ഥലങ്ങളായിട്ട്. അടിപൊളി. ഞാനിവിടെ നിന്ന് കഴിച്ചിട്ടുണ്ട് മുമ്പ്. കഴിഞ്ഞ വർഷം ഞാനിവിടെ കഴിച്ചു. എനിക്ക് ഇവിടുത്തെ ചേട്ടൻ്റെ മോളാണോ? സ്റ്റാഫാണ്. ഇവിടുത്തെ ഓണറിനെ ഞാൻ കണ്ടിട്ട് വർത്തമാനം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവർ മലയാളിയല്ലേ? ഇത് ഇവിടുത്തെ സ്റ്റാഫാട്ടോ. നമ്മൾ ഇതിനകത്ത് ലെബനീസ് എന്ന് പറയുന്ന പിന്നെ പെരി പെരിയും കൂടെ മേടിച്ചത്. 6 ഇഞ്ചിൻ്റെയാണ്. 70 and 90 അതാണ് റേറ്റ്. കണ്ടോ, ആള് ശരിക്കും ഇവിടെ പഠിക്കുന്ന കൊച്ചാട്ടോ. ഇവിടെ സ്റ്റുഡൻ്റാണ്. അപ്പോൾ പാർട്ട് ടൈമിന് വേണ്ടി നിൽക്കുന്നതാണ്. പാർട്ട് ടൈം പഠിച്ചു കഴിഞ്ഞിട്ട് വൈകുന്നേരം ആളിവിടെ വന്ന് ജോലി ചെയ്യുന്നു ഇവിടുത്തെ സ്റ്റാഫായിട്ട്. അത് അടിപൊളി. അത് വെരി ഗുഡ്. അത് വെരി നൈസ്. താളത്തില തല കാട്ടണ കണ്ട. ഞങ്ങൾ ഓർഡറെല്ലാം ചെയ്ത് കഴിഞ്ഞപ്പോൾ തന്നെ ഇവിടുത്തെ ആൾക്കാരൊക്കെ പോയി കേട്ടോ. എന്നാലും ഞങ്ങൾ ഇവിടെ ഇരുന്ന് കഴിക്കുന്നില്ല, അവിടെ തന്നെ പോയി കഴിക്കാൻ തീരുമാനിച്ചത് തന്നെ. 2 പ്രാവശ്യം ചമ്മിയതാ. ഇനി നമ്മൾ വിട്ടു കൊടുക്കില്ല എന്നൊക്കെ. അങ്ങനെ നമ്മുടെ സാധനം വന്നു എന്ന് പ്രതീക്ഷിക്കുന്നു. അല്ലെ, ഇത് ഞങ്ങളുടെ അല്ലേ? ഞങ്ങളുടെ വന്നു. അപ്പം ഞങ്ങളുടെ അക്കൗണ്ടിന് വേറൊരു സബ്സ്ക്രൈബറിനെ കിട്ടിയിരിക്കുകയാണ്. അതിന് പേര് എഴുതി കൊടുക്കണം, അല്ലെങ്കിൽ സെർച്ച് ചെയ്താൽ കിട്ടത്തില്ല. നമ്മുടെ എഴുതി കൊടുക്കുകയാണേ. പ്ലേസ ആൻഡ് കോ. ഓക്കെ, Pleasure and go.
എൻ്റെ ഒരു ബ്ലഷ്, അവളുടെ ഒരു ലിഷ, ഞങ്ങളുടെ ബ്ലഷ ആൻഡ് കോ. താങ്ക് യു. അങ്ങനെ ഞങ്ങൾ സാധനം മേടിച്ച് വീട്ടിലേക്ക് നടന്ന് പോകുന്നു. നടന്ന് ആ കടയിൽ നിന്ന കൊച്ചു മലയാളിയാണേ. ഞങ്ങൾ സംസാരിച്ചപ്പോൾ മനസ്സിലായി കാണും. മലയാളി ആളുടെ വീടും പത്തനംതിട്ട. കഴിഞ്ഞ വ്ളോഗിൽ പറഞ്ഞായിരുന്നു ഇവിടെ ഇഷ്ടംപോലെ മലയാളികളുണ്ട്. ആ കൊച്ചാണെങ്കിൽ പഠിക്കുന്ന കൊച്ചാണ്. ആൾ പാർട്ട് ടൈമായിട്ട് അവിടെ വർക്ക് ചെയ്യുന്നതാണ്, പഠിത്തം കഴിഞ്ഞിട്ട്. ഇത് കണ്ടോ ഇവിടുത്തെ ഒരു മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ കണ്ടോ? നമ്മുടെ അവിടുത്തെ ഒരു ഷോപ്പിംഗ് മാൾ പോലെ. അത് മുന്നേ ഒരു ഹോളായിരുന്നു. മറ്റേ ഈ ബാപ്റ്റിസം ചെറിയ ചെറിയ ഫംഗ്ഷൻസ് ഒക്കെ നടക്കുന്നത്, ചെറിയ ചെറിയ ഫംഗ്ഷൻസ് ഒക്കെ. ഒരു ഓഡിറ്റോറിയം, ഓഡിറ്റോറിയം പോലെ റിസപ്ഷൻ നടത്തുന്നു. റിസപ്ഷൻ പോലെ ചെറിയത്. ഇപ്പം അത് പൊളിച്ചിട്ട് ഇപ്പം ഇതാക്കി, ഹോസ്പിറ്റലാക്കി. ഓ അത് കൊള്ളാം. അതുകൊണ്ട് ആ ഒരു സ്ട്രക്ചർ. അങ്ങനെ ഞങ്ങൾ നടന്ന് വീട്ടിലെത്തി. ഞങ്ങൾ വന്നുകൊണ്ടിരിക്കുന്ന ഇടയിൽ ഫോണൊന്ന് സ്വിച്ച് ഓഫ് ആയിപ്പോയി. അതുകൊണ്ട് വീഡിയോ എടുക്കാൻ പറ്റിയില്ല ബാലൻസ്. എന്നാൽ ഇതൊരു ചെറിയ വ്ളോഗായിരിക്കും. വെറുതെ ഞങ്ങളൊന്ന് ജസ്റ്റ് നടക്കാൻ പോയപ്പോൾ വന്ന ഒരു വ്ളോഗ് എടുത്തേക്കാം, അവിടുത്തെ സ്ഥലങ്ങളൊക്കെ ഒന്ന് കാണിച്ചേക്കാമെന്ന് വിചാരിച്ചിട്ടായിരുന്നു. ഓക്കെ, അപ്പോൾ അടുത്ത വ്ളോഗിൽ കാണുന്നവരെ ഇറ്റ്സ് us ബ്ലേഷ ആൻഡ് കോ. ഞാൻ തന്നെ പറഞ്ഞ ഇവിടെ ഇല്ല, അതുകൊണ്ടാണ്. ഓക്കെ, ബൈ.